ഹരി ഓം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം. സനാതനധർമ്മത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ എന്ന ഈ പരമ്പരയിലെ മൂന്നാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ വേദാംഗങ്ങളും ഉപാംഗങ്ങളും ഉപവേദങ്ങളും ആണ് ചർച്ച ചെയ്യുന്നത്. അടിസ്ഥാന ഗ്രന്ഥങ്ങളെക്കുറിച്ച് പൊതുവായും അതിൽ വേദങ്ങളെക്കുറിച്ച് കുറച്ചുകൂടെ വിശദമായിട്ടും നമ്മൾ കഴിഞ്ഞ രണ്ട് ഭാഗങ്ങളിൽ കണ്ടു. ഇന്ന് വളരെ സങ്കീർണങ്ങളായ ഈ വേദങ്ങളെ ഡീകോഡിഫൈ ചെയ്യാനും നന്നായി മനസ്സിലാക്കാനുമായിട്ടുള്ള അനുബന്ധ ശാസ്ത്രങ്ങളെക്കുറിച്ചാണ് നമ്മൾ കാണാൻ പോകുന്നത്. വേദാംഗങ്ങൾ 6 വേദാംഗങ്ങളും 4 ഉപാംഗങ്ങളും 4 ഉപവേദങ്ങളുമാണ് ഈ അനുബന്ധ ശാസ്ത്രങ്ങൾ എന്നറിയപ്പെടുന്നത്. അതിൽ ഓരോന്നോരോന്നായിട്ട് നമുക്ക് കാണാം. ആദ്യമായി വേദാംഗങ്ങൾ. വേദങ്ങൾ ശരിയായി അഭ്യസിക്കാനും വേദമന്ത്രങ്ങൾ കൃത്യമായി ഉച്ചരിക്കാനും പ്രയോഗിക്കാനും സഹായിക്കുന്ന 6 അനുബന്ധ ശാസ്ത്രങ്ങളാണ് വേദാംഗങ്ങൾ എന്ന് പറയുന്നത്. അംഗം എന്നാൽ അവയവം എന്നാണ് അർത്ഥം. അതായത് വേദങ്ങൾക്ക് വേണ്ട അവയവങ്ങൾ, അവ പഠിക്കാനും ഉച്ചരിക്കാനും അർത്ഥം ഗ്രഹിക്കാനും ആചരണം ചെയ്യാനും ആവശ്യമായ ശാസ്ത്രങ്ങൾ, അതായത് അത് ഉപയോഗിക്കാനും ആവശ്യമായ ശാസ്ത്രങ്ങളാണ് ഈ വേദാംഗങ്ങൾ. ഇവയെ വേദപുരുഷന്റെ 6 അവയവങ്ങളായിട്ടാണ് പറയുന്നത്. ഇതിൽ ആദ്യത്തേത് ശിക്ഷ അല്ലെങ്കിൽ ശബ്ദശാസ്ത്രമാണ്, ഉച്ചാരണ ശാസ്ത്രം, ഫൊനറ്റിക്സ് ആണ്. ഇതിനെ വേദപുരുഷന്റെ മൂക്കായിട്ടാണ് പറയുന്നത്. മന്ത്രങ്ങളുടെ ശരിയായ ഉച്ചാരണത്തെക്കുറിച്ചുള്ള ശാസ്ത്രമാണ് ശിക്ഷ. സ്വരങ്ങൾ, അതായത് ഉദാത്തം, അനുദാത്തം, സ്വരിതം, അങ്ങനെ പല സ്വരങ്ങൾ വെച്ചിട്ടാണ് വേദമന്ത്രങ്ങൾ ചൊല്ലുന്നത്. അതുപോലെ തന്നെ വർണ്ണങ്ങൾ, സന്ധികൾ, ഉച്ചാരണ ദൈർഘ്യം, ചിലത് 1 മാത്രയായിരിക്കും, ചിലത് 2 മാത്രയായിരിക്കും, ചിലത് 3 മാത്രമായിരിക്കും. സമകാലങ്ങളിലൊക്കെ 3, 4 മാത്രം വരെ നീണ്ട മന്ത്രങ്ങളുണ്ട്. ഇതൊക്കെ ചൊല്ലേണ്ട രീതിയും ഒക്കെയാണ് ശിക്ഷാശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്നത്. വേദപാഠങ്ങൾ തെറ്റുകൂടാതെ ചൊല്ലാൻ ഇത് വളരെ അത്യാവശ്യമാണ്. പാണിനീയ ശിക്ഷയും യാസ്കീയ ശിക്ഷയുമാണ് ഇതിലെ പ്രധാന ഗ്രന്ഥങ്ങൾ. അടുത്തത് കൽപ്പം ആണ്, കർമ്മശാസ്ത്രം, കർമ്മങ്ങൾ ചെയ്യാനുള്ള വിധികളാണ്. ഇതിനെ വേദപുരുഷന്റെ കൈകൾ ആയിട്ടാണ് പറയുന്നത്. യജ്ഞങ്ങളും മറ്റനുഷ്ഠാനങ്ങളും എങ്ങനെ നിർവഹിക്കണം എന്നതിനെക്കുറിച്ചുള്ള പ്രായോഗിക നിയമങ്ങളാണ് കൽപ്പത്തിൽ പറയുന്നത്. അതായത് റിച്വൽസ് ചെയ്യാനുള്ള വിധികളാണ്. ഗൃഹസ്ഥാശ്രമത്തിൽ ഉള്ള ആൾക്കാർ ചെയ്യേണ്ട കർമ്മങ്ങളും പൊതുവായിട്ടുള്ള സാമൂഹിക നിയമങ്ങളും ഇതിൽപ്പെടുന്നു. ഇതിന് 4 വിഭാഗങ്ങളുണ്ട്. ഒന്ന് ശ്രൗതസൂത്രങ്ങൾ, യാഗങ്ങൾ, ഹോമങ്ങൾ, വൈദിക കർമ്മങ്ങൾ ഒക്കെ ശ്രുതിയിൽ പറയുന്ന കർമ്മങ്ങൾ, അതായത് യാഗങ്ങളൊക്കെ ചെയ്യാൻ ഉപകരിക്കുന്ന മന്ത്രങ്ങളാണ് ഈ ശ്രൗതസൂത്രങ്ങളിലുള്ളത്. പിന്നെ ഗൃഹ്യ സൂത്രങ്ങളാണ്. ഗൃഹത്തിലെ സംസ്കാരങ്ങൾ, അതായത് നാമകരണം, വിവാഹം, അങ്ങനെയുള്ള പല സംസ്കാരങ്ങളുണ്ടല്ലോ, ഷോഡശ സംസ്കാരങ്ങളുണ്ട്. അതെല്ലാം വിശദീകരിക്കുന്ന ഭാഗമാണ് ഗൃഹ്യസൂത്രങ്ങൾ. പിന്നെ ധർമ്മസൂത്രങ്ങളുണ്ട്, ജീവിത നിയമങ്ങൾ, ധാർമ്മിക നയങ്ങൾ, ഇതൊക്കെ വിശദീകരിക്കുന്ന ഭാഗമാണ് ധർമ്മസൂത്രങ്ങൾ. പിന്നെ സുൽഭസൂത്രങ്ങൾ എന്ന് പറഞ്ഞാൽ യാഗവേദി നിർമ്മാണത്തിന്റെ മാത്തമാറ്റിക്സ് ആണ്. എന്തൊക്കെ അളവിലാണ്, എങ്ങനെയൊക്കെ, ഏത് ഷേപ്പിലാണ്, എങ്ങനെയൊക്കെയാണ് യാഗവേദികളും യാഗകുണ്ടങ്ങളും ഒക്കെ ഉണ്ടാക്കേണ്ടത് എന്നതിനെ വിശദീകരിക്കുന്നതാണ് സുൽഭസൂത്രങ്ങൾ. അടുത്തത് വ്യാകരണം ആണ്, അല്ലെങ്കിൽ ഭാഷാശാസ്ത്രം. വേദപുരുഷന്റെ മുഖമായിട്ടാണ് വ്യാകരണത്തിനെ പറയുന്നത്. വാക്കുകളുടെ ഉൽപ്പത്തിയും പ്രയോഗവും വിശദീകരിക്കുന്ന ഭാഷാശാസ്ത്രമാണ് വ്യാകരണം. പാണിനി മഹർഷിയുടെ അഷ്ടാധ്യായി അല്ലെങ്കിൽ പാണിനി സൂത്രങ്ങൾ എന്ന് പറയുന്നതാണ് ഇതിലെ പ്രധാന ഗ്രന്ഥം. ഇതിന് പതഞ്ജലി മഹർഷി എഴുതിയ ഭാഷ്യമാണ് മഹാഭാഷ്യം എന്നറിയപ്പെടുന്നത്. വേദാർത്ഥങ്ങൾ തെറ്റാതെ മനസ്സിലാക്കാനാണ് ഇത് സഹായിക്കുന്നത്. മറ്റു ഭാഷകളെ അപേക്ഷിച്ച് സംസ്കൃതത്തിലെ വ്യാകരണം വളരെ സങ്കീർണമാണ്.
മലയാളത്തിൽ പുല്ലിംഗം സ്ത്രീലിംഗം എന്ന് രണ്ട് ലിംഗവും, ഭൂതം ഭാവി വർത്തമാനം ഇങ്ങനെ മൂന്ന് കാലവും, ഏകവചനം ബഹുവചനം ഇങ്ങനെ രണ്ട് വചനങ്ങളുമാണ് ഉള്ളത്. സംസ്കൃതത്തിലാണെങ്കിൽ മൂന്ന് ലിംഗവും, പുല്ലിംഗം സ്ത്രീലിംഗം നപുംസകലിംഗവും 10 കാലവും, മൂന്ന് വചനം, ഏകവചനം ദ്വിവചനം ബഹുവചനം ഇങ്ങനെ മൂന്ന് വചനങ്ങളുമുണ്ട്. പിന്നെ ഇത് കൂടാതെ 7 വിഭക്തിയുമുണ്ട്. സംസ്കൃതത്തിലെ വാക്കുകളൊക്കെ ഒരു ധാതുവിൽ നിന്നാണ് വരുന്നത്. ഒരു ധാതുവിനെ പല വിധത്തിൽ ഫോം ചെയ്തിട്ടാണ് പല വാക്കുകളും ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു ധാതു എടുത്താൽ അതിന് 3 വചനവും 7 വിഭക്തിയും 10 കാലവും 3 ലിംഗവും ഒക്കെ ചേർത്ത് എത്ര വിധത്തിലുള്ള വാക്കുകൾ ഉണ്ടാകും. ഇതെല്ലാം ഈ വ്യാകരണം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അതിൽ തന്നെ സന്ധി നിയമങ്ങൾ വേറെയുണ്ട്, സമാസങ്ങൾ വേറെയുണ്ട്. ഇങ്ങനെ വളരെ വിപുലമായ ഒരു ശാസ്ത്രമാണ് വ്യാകരണം, പാണിനിയിൽ ശാസ്ത്രം. അടുത്തത് നിരുക്തം ആണ്. നിരുക്തം എന്ന് പറഞ്ഞാൽ ശബ്ദത്തിന്റെ അർത്ഥമാണ്, ശബ്ദാർത്ഥ ശാസ്ത്രം എന്ന് പറയാം. ഇതിനെ വേദപുരുഷന്റെ ചെവിയായിട്ടാണ് പറയുന്നത്. എറ്റിമോളജിയാണ് നിരുക്തം. വേദങ്ങളിലെ കഠിനമായ വാക്കുകളുടെ അർത്ഥവും അവ എങ്ങനെ രൂപപ്പെട്ടു എന്നും വിശദീകരിക്കുന്ന നിഘണ്ടു ശാസ്ത്രമാണ് നിരുക്തം, എറ്റിമോളജി. യാസ്ക മഹർഷിയുടെ നിരുക്തം എന്ന ഗ്രന്ഥമാണ് ഇതിന്റെ അടിസ്ഥാനം. വ്യാകരണം ധാതുവിൽ നിന്ന് വാക്കുകളെ ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റാണ് നിരുക്തം ചെയ്യുന്നത്. അതായത് ഒരു വാക്കിനെ വിഗ്രഹിച്ച് അതിനെ അന്വയിച്ച് അതിന്റെ ധാതുവിനെ കണ്ടുപിടിച്ച് ആ വാക്കിന്റെ അതാത് ഉപയോഗത്തിലുള്ള അതാത് സന്ദർഭത്തിലുള്ള അർത്ഥം മനസ്സിലാക്കാനാണ് നിരുക്തം ഉപയോഗിക്കുന്നത്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മന്ത്രം അല്ലെങ്കിൽ ഒരു വാക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിനെ എങ്ങനെയാണ് വിഗ്രഹിക്കേണ്ടത്, എങ്ങനെയാണ് അന്വയിക്കേണ്ടത്, ധാതു എന്താണ്, ഏത് റൂട്ടിൽ നിന്നാണ് ഈ വാക്ക് വന്നിരിക്കുന്നത് എന്നൊക്കെ കണ്ടുപിടിച്ചിട്ട് വേണം ആ സന്ദർഭത്തിൽ ഈ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ. അതാണ് നിരുക്തം. അടുത്തത് ഛന്ദസ്സാണ്, അഥവാ വൃത്തം. വേദപുരുഷന്റെ പാദങ്ങളാണ് ഛന്ദസ്. മന്ത്രങ്ങളുടെ വൃത്തം അഥവാ താളം നിശ്ചയിക്കുന്ന ശാസ്ത്രമാണിത്. നമുക്കറിയാമല്ലോ, മലയാളത്തിലും ഓരോ പദ്യങ്ങൾക്കൊക്കെ വൃത്തങ്ങളുണ്ട്. സംസ്കൃതത്തിൽ ഗായത്രി, അനുഷ്ടുപ്പ്, തുഷ്ടുപ്പ് ഇങ്ങനെ തുടങ്ങിയ പല ഛന്ദസ്സുകളുമുണ്ട്. വേദത്തിനെ താങ്ങി നിർത്തുന്ന വേദപുരുഷന്റെ പാദങ്ങളായ ഈ ഛന്ദസ്സാണ് എന്നാണ് പറയപ്പെടുന്നത്. അടുത്തത് ജ്യോതിഷം ആണ്. കാലനിർണയ ശാസ്ത്രം എന്നാണ് ജ്യോതിഷത്തിന്റെ മറ്റൊരു നാമം. വേദപുരുഷന്റെ കണ്ണുകളാണ് ജ്യോതിഷം. യജ്ഞങ്ങൾക്കും കർമ്മങ്ങൾക്കും അനുയോജ്യമായ സമയം അല്ലെങ്കിൽ മുഹൂർത്തം നിശ്ചയിക്കാനുള്ള ശാസ്ത്രമാണിത്. അസ്ട്രോണമി നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ചലനത്തെ അടിസ്ഥാനമാക്കിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. വൈദിക ജ്യോതിഷം എന്ന് പറഞ്ഞാൽ മുഹൂർത്തം നിശ്ചയിക്കാനായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോഴത്തെ പോലെ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാനോ വിവാഹത്തിന്റെ പൊരുത്തം നോക്കാനോ ഒന്നും അല്ല. ശരിക്കും ഇതിനെ അസ്ട്രോണമി ഉപയോഗിച്ചിട്ട് ഓരോ കർമ്മങ്ങൾക്കും പറ്റിയ സമയം, എല്ലാ കർമ്മങ്ങളും, അതായത് യാഗം മാത്രമല്ല, ഈവൻ നമ്മുടെ വിത്ത് വിതയ്ക്കുകയും അതുപോലെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പോലും അതിൻ്റെതായ ആ മുഹൂർത്തം ആണ് ജ്യോതിഷം ഉപയോഗിച്ചിരുന്നത്. ഇങ്ങനെ ഈ 6 അംഗങ്ങളും ചേരുമ്പോഴാണ് വേദപഠനം പൂർണ്ണമാകുന്നത്. വേദങ്ങളെ ശരിയായി നന്നായി പഠിക്കാൻ ഈ 6 വേദാംഗങ്ങൾ കൂടെ ആവശ്യമാണ്. അടുത്തത് ഉപവേദങ്ങളാണ്. 4 വേദങ്ങൾക്കും അനുബന്ധമായി ഓരോ ഉപവേദങ്ങൾ കൂടിയുണ്ട്. വേദങ്ങളിലെ തത്വങ്ങളെ തന്നെ പ്രായോഗികമായി ജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കണം എന്ന് വിശദീകരിക്കുന്ന ശാഖകളാണിവ. ഇപ്പം വേദത്തിനെ നമ്മളൊരു എഞ്ചിനീയറിംഗ് സബ്ജക്റ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ടെക്നോളജി പാർട്ടാണ് ഉപവേദങ്ങൾ. അതിൻ്റെ പ്രാക്ടിക്കലായിട്ട് ആ തിയറിയെ എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളത് വിശദീകരിക്കുന്നതാണ് ഉപവേദങ്ങൾ. ആയുർവേദം, ധനുർവേദം, ഗാന്ധർവവേദം, ശില്പവേദം അല്ലെങ്കിൽ അർത്ഥശാസ്ത്രം എന്നിവയാണ് പ്രധാനപ്പെട്ട 4 ഉപവേദങ്ങൾ. അതിൽ ആയുർവേദം എന്ന് പറയുന്നത് ഋഗ്വേദത്തിന്റെ ഉപവേദമായിട്ടാണ് കരുതപ്പെടുന്നത്. ചിലർ ഇത് അഥർവവേദത്തിന്റെ ഉപവേദമായിട്ടും പറയാറുണ്ട്.
ആരോഗ്യ സംരക്ഷണം, രോഗചികിത്സ, ഔഷധങ്ങൾ, ദീർഘായുസ് എന്നിവയെക്കുറിച്ചുള്ള ശാസ്ത്രമാണ് ആയുർവേദം. ലോകത്തിലെ ഏറ്റവും പഴയ ചികിത്സാ രീതികളിൽ ഒന്നാണ് ആയുർവേദം. അടുത്തത് ധനുർവേദമാണ്. ഇത് യജുർവേദത്തിന്റെ ഉപവേദമാണ്. ആയോധന കലകൾ, യുദ്ധതന്ത്രങ്ങൾ, ആയുധ പ്രയോഗം, പ്രത്യേകിച്ച് അമ്പും വില്ലും ഉപയോഗിച്ചുള്ള പ്രയോഗം എന്നിവയെക്കുറിച്ചൊക്കെയുള്ള അറിവാണ് ധനുർവേദം എന്ന് പറയുന്നത്. ധനുസ് എന്ന് പറഞ്ഞാൽ വില്ലാണ്. അപ്പോൾ ധനുർവേദം എന്ന് പറഞ്ഞാൽ അമ്പും വില്ലും ഉപയോഗിച്ചുള്ള ആയുധ വിദ്യകളാണ്. എന്നാൽ ഇതിൽ മറ്റുള്ള ആയോധന കലകളും യുദ്ധതന്ത്രങ്ങളും എല്ലാം ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. രാജ്യരക്ഷയ്ക്കും സുരക്ഷയ്ക്കും ആവശ്യമായ കാര്യങ്ങളാണ് ധനുർവേദത്തിലുള്ളത്. അടുത്തത് ഗാന്ധർവ വേദമാണ്. ഇത് സാമവേദത്തിന്റെ ഉപവേദമാണ്. നൃത്തം, സംഗീതം, നാടകം തുടങ്ങിയ ലളിതകലയെക്കുറിച്ചുള്ള ശാസ്ത്രമാണ് ഇത്. ഗന്ധർവന്മാരിൽ ആണല്ലോ സംഗീതവും നൃത്തവും നടത്തുന്നത്. അതുകൊണ്ട് ഗാന്ധർവ വേദം എന്ന് പറയുന്നത് ഈ ലളിതകലകളെ കുറിച്ചുള്ള ശാസ്ത്രമാണ്. മനസ്സിന്റെ ഏകാഗ്രതയ്ക്കും ഭക്തിക്കും കലകൾ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നാണ് ഗാന്ധർവ വേദത്തിലെ പ്രധാന വിഷയം. അടുത്തത് ശില്പവേദമാണ്. അർത്ഥശാസ്ത്രം എന്നും പറയാം. ഇതില് അഥർവവേദത്തിന്റെ ഉപവേദമാണ് ശില്പവേദം. ഭരണതന്ത്രം, സാമ്പത്തിക ശാസ്ത്രം ഇതൊക്കെയാണ് അർത്ഥശാസ്ത്രത്തിൽ വരുന്നത്. വാസ്തുവിദ്യ, ശില്പവിദ്യ എന്നിവയൊക്കെ ശില്പവേദമായിട്ടും പറയും. ഇതാണ് ഈ ഉപവേദത്തിലെ പ്രധാന വിഷയങ്ങൾ. ഒരു സമൂഹം എങ്ങനെ സാമ്പത്തികമായും ഭൗതികമായും പുരോഗതി പ്രാപിക്കണം എന്നതിനെ പഠിപ്പിക്കുന്നതാണ് ഈ ശില്പവേദവും അർത്ഥശാസ്ത്രവും. ചുരുക്കത്തിൽ വേദങ്ങൾ ആത്മീയ ജ്ഞാനം നൽകിയപ്പോൾ ഉപവേദങ്ങൾ മനുഷ്യന്റെ ലൗകികവും പ്രായോഗികവുമായ ജീവിതത്തെ മെച്ചപ്പെടുത്താനാണ് സഹായിക്കുന്നത്. അടുത്തത് ഉപാംഗങ്ങൾ എന്ന് പറയുന്ന അനുബന്ധ ശാസ്ത്രമാണ്. വേദങ്ങൾ, വേദാംഗങ്ങൾ എന്നിവയ്ക്ക് പുറമെ വേദാർത്ഥങ്ങളെ കൂടുതൽ വ്യക്തമാക്കാൻ സഹായിക്കുന്ന 4 അനുബന്ധ ശാസ്ത്രങ്ങളാണ് ഉപാംഗങ്ങൾ. പുരാണം, ന്യായം അല്ലെങ്കിൽ തർക്കശാസ്ത്രം, മീമാംസ, ധർമ്മശാസ്ത്രം എന്നിവയാണ് പ്രധാന ഉപാംഗങ്ങൾ. പുരാണം എന്ന് പറയുന്നത് വേദങ്ങളിലെ ഗഹനമായ തത്വങ്ങളെ ലളിതമായ കഥകളിലൂടെയും ചരിത്രത്തിലൂടെയും സാധാരണക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഗ്രന്ഥങ്ങളാണ്. വേദങ്ങളിലെ തന്നെ തത്വങ്ങളെ കഥാരൂപത്തിൽ അവതരിപ്പിക്കുകയാണ് പുരാണങ്ങളിൽ ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ആദ്യത്തെ പോർഷനിൽ പുരാണത്തിനെ കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. പ്രധാനമായും 18 മഹാപുരാണങ്ങളും 18 ഉപപുരാണങ്ങളും ഉണ്ട്. പുരാണങ്ങൾ എഴുതിയത് വേദവ്യാസനാണ് എന്നാണ് പരക്കെ വിശ്വസിക്കപ്പെടുന്നത്. അത് ഒരു വേദവ്യാസനാണോ അതോ വ്യാസൻ എന്ന് പറയുന്ന കുറെ പേര് കൂടി എഴുതിയതാണോ എന്നുള്ളത് നമുക്കറിയില്ല. എന്നാലും വ്യാസന്റെ പേരിലാണ് എല്ലാ പുരാണങ്ങളും അറിയപ്പെടുന്നത്. സൃഷ്ടി, പ്രളയം, വംശാവലികൾ എന്നിവയാണ് ഇവിടുത്തെ പ്രധാന പ്രതിപാദ്യ വിഷയം. മഹാപുരാണങ്ങൾ വേദത്തിലെ തത്വങ്ങളെ ലളിതമായിട്ട് പറയുമ്പോൾ ഉപപുരാണങ്ങൾ കൂടുതൽ പ്രാദേശികമായ അല്ലെങ്കിൽ ലോക്കൽ ആചാരങ്ങൾക്കും ലോക്കലായിട്ടുള്ള ദേവതകൾക്കുമാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അത് ഓരോ പ്രാദേശികമായിട്ടുള്ള പുരാണങ്ങളാണ് ഉപപുരാണങ്ങൾ. മഹാപുരാണത്തിലെ സബ്ജക്റ്റ് മിക്കവാറും എല്ലാം വേദങ്ങളിൽ നിന്ന് തന്നെ ഉള്ളതാണ്. അതിൽ 18 പുരാണങ്ങൾ എന്ന് പറയുന്നത് ബ്രഹ്മപുരാണം, ബ്രഹ്മാണ്ഡ പുരാണം, ബ്രഹ്മവൈവർത്ത പുരാണം, മാർക്കണ്ഡേയ പുരാണം, ഭവിഷ്യപുരാണം, വാമന പുരാണം, വിഷ്ണു പുരാണം, ഭാഗവത പുരാണം, നാരദ പുരാണം, ഗരുഡ പുരാണം, പത്മപുരാണം, വരാഹപുരാണം, ശിവപുരാണം, ലിംഗപുരാണം, സ്കന്ദപുരാണം, അഗ്നിപുരാണം, കൂർമ്മപുരാണം, മത്സ്യപുരാണം, ഇങ്ങനെ ആണ് 18 മഹാപുരാണങ്ങൾ. അതുപോലെ തന്നെ 18 ഉപപുരാണങ്ങളുമുണ്ട്. അത് ഇതിൻ്റെ PDF ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. വേണ്ടവർക്ക് PDF നോക്കി പഠിക്കാം. അടുത്തത് തർക്കശാസ്ത്രം ആണ്, അല്ലെങ്കിൽ ന്യായം. ലോജിക് ആണ് ഇത്. ലോജിക് ഉപയോഗിച്ചിട്ട് വേദമന്ത്രങ്ങളെയും വേദത്തിൽ പറയുന്നതിനെയും അനലൈസ് ചെയ്യുകയാണ് ന്യായശാസ്ത്രത്തിൽ ചെയ്യുന്നത്. എല്ലാ വേദങ്ങളായാലും ഉപനിഷത്തുകളായാലും എന്താണെങ്കിലും 3 പ്രമാണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അനലൈസ് ചെയ്യുന്നത്. ഒന്ന് ശ്രുതി,
അതായത് വേദങ്ങളിലെ അർത്ഥം നോക്കിയിട്ട്, പിന്നെ യുക്തി, അതാണ് ലോജിക്ക്, യുക്തി ഉപയോഗിച്ചിട്ട് തന്നെ അനലൈസ് ചെയ്യണം. മൂന്നാമത്തേത് അതിൻ്റെ എക്സ്പീരിയൻസ്, ശ്രുതി, യുക്തി, അനുഭവം. നമ്മുടെ എക്സ്പീരിയൻസുമായിട്ട് അത് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഇത് മൂന്നിലും യാതൊരു കോൺട്രഡിക്ഷനും ഇല്ലാത്ത വിധത്തിൽ വേണം ഏത് മന്ത്രങ്ങളും ഏത് ഉപനിഷത്തുകളും ഏത് ശാസ്ത്രമായാലും അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ. അപ്പോൾ അതിലെ ന്യായശാസ്ത്രം അല്ലെങ്കിൽ ലോജിക്കാണ് ഇവിടെ പറയുന്നത്. ഗൗതമ മഹർഷിയാണ് ഈ ന്യായശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവ്. വേദവാക്യങ്ങളെ യുക്തിസഹമായി വിശകലനം ചെയ്യാൻ സഹായിക്കുന്നതാണ്. ബ്രഹ്മസൂത്രങ്ങൾ ഉപനിഷത്തുകളുടെ ന്യായശാസ്ത്രം ഉപയോഗിച്ചുള്ള അല്ലെങ്കിൽ ലോജിക്കലായിട്ടുള്ള എക്സ്പ്ലനേഷനാണ്. അടുത്തത് മീമാംസയാണ്. വേദങ്ങളിലെ മന്ത്രങ്ങളെയും കർമ്മങ്ങളുടെയും ഒക്കെ അർത്ഥം നിർണ്ണയിക്കുന്ന ശാസ്ത്രമാണ് മീമാംസ. അതിനെ വളരെ വിശദമായി അനലൈസ് ചെയ്തിട്ട് എന്താണ് ഇതിൻ്റെ താല്പര്യം, ഒരു വേദത്തിൽ തന്നെ പല കാര്യങ്ങളെക്കുറിച്ചും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. സൃഷ്ടി ഉണ്ടാവും, സ്ഥിതി ഉണ്ടാവും, സംഹാരത്തിനെ കുറിച്ച് പറയുന്നുണ്ടാവും, ആത്മവിദ്യയെക്കുറിച്ച് പറയുന്നുണ്ടാവും. അപ്പോൾ എന്താണ് ആ വേദത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിലെ മെയിൻ ആയിട്ടുള്ള സബ്ജക്റ്റ് എന്താണ് എന്ന് അനലൈസ് ചെയ്യാനുള്ള ശാസ്ത്രമാണ് മീമാംസ. ഇത് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് പൂർവ്വമീമാംസ, അതായത് വേദപൂർവ ഭാഗം. വേദത്തിലെ കർമ്മകാണ്ഡത്തിനെ അനലൈസ് ചെയ്യുന്നതാണ് പൂർവ്വമീമാംസ. ജൈമിനി മഹർഷിയാണ് പൂർവ്വമീമാംസ എഴുതിയിരിക്കുന്നത്. അതുപോലെ ഉത്തരമീമാംസ എന്ന് പറഞ്ഞാൽ വേദത്തിന്റെ ഉത്തരഭാഗം, അതായത് വേദാന്ത ഭാഗം, ഭാഗത്തിനെ അനലൈസ് ചെയ്യുന്നതാണ് ഉത്തരമീമാംസ അല്ലെങ്കിൽ വേദാന്തം എന്ന് പറയും. ബ്രഹ്മനെയും ആത്മജ്ഞാനത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ഈ ഭാഗം. ജ്ഞാനകാണ്ഡത്തിന്റെ അനാലിസിസ് ആണ്. ഉത്തരമീമാംസ രചിച്ചത് വേദവ്യാസനാണ്. അടുത്തത് ധർമ്മശാസ്ത്രമാണ്. വ്യക്തികളും സമൂഹവും പിന്തുടരേണ്ട നീതി നിയമങ്ങളാണ് ഇവിടെ പറയുന്നത്. ബ്രഹ്മചര്യ ആശ്രമത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഗൃഹസ്ഥാശ്രമത്തിൽ എന്താണ് കടമകള്, വാനപ്രസ്ഥത്തിൽ എന്താണ്, സന്യാസികളുടെ കടമകളും ആചാരങ്ങളും എന്താണ്, ഇതെല്ലാം ധർമ്മശാസ്ത്രത്തിലാണ് പറയുന്നത്. ഉദാഹരണത്തിന് മനുസ്മൃതി, യാജ്ഞവൽക്യ സ്മൃതി, ഇങ്ങനെ പല സ്മൃതികളും ധർമ്മശാസ്ത്രം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉണ്ട്. സാമൂഹിക വ്യവസ്ഥിതി നിലനിർത്താനുള്ള നിയമസംഹിതയാണിത്. ചുരുക്കത്തിൽ വേദാംഗങ്ങൾ വേദം വായിക്കാനും ഉച്ചരിക്കാനും സഹായിക്കുമ്പോൾ ഉപാംഗങ്ങൾ വേദാർത്ഥം യുക്തിയോടെ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്തുവാനുമാണ് സഹായിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ 3 അനുബന്ധ ശാസ്ത്രങ്ങൾ. ഈ 3 ഭാഗങ്ങളിലായി നമ്മൾ സനാതനധർമ്മത്തിലെ അടിസ്ഥാന ഗ്രന്ഥങ്ങളെക്കുറിച്ച് കുറച്ച് വിശദമായിട്ട് കണ്ടു. ആദ്യമായി 7 തലത്തിലുള്ള വേദങ്ങൾ, സൂത്രങ്ങൾ, സ്മൃതി, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, ഭാഷ്യങ്ങൾ, പ്രകരണ ഗ്രന്ഥങ്ങൾ, ഇവയെല്ലാം എന്താണെന്ന് കണ്ടു. 7 തലത്തിലാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ ഉള്ളതെന്ന് കണ്ടു. അതിനുശേഷം വേദങ്ങളെക്കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. വേദത്തിലെ 4 ഭാഗങ്ങൾ, അതായത് സംഹിത, ബ്രാഹ്മണങ്ങൾ, ആരണ്യകങ്ങൾ, ഉപനിഷത്തുകൾ എന്ന 4 ഭാഗങ്ങളുണ്ടെന്നും ഇത് നമ്മുടെ ബ്രഹ്മചര്യം, ഗൃഹസ്ഥം, വാനപ്രസ്ഥം, സന്യാസം എന്ന 4 ആശ്രമങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നും കണ്ടു. അതിനുശേഷം 4 വേദങ്ങൾ, 4+1 ആണ് ശരിക്ക്. ഋഗ്വേദം, ശുക്ലയജുർവേദം, കൃഷ്ണയജുർവേദം, ഇങ്ങനെ 2 ഭാഗങ്ങൾ. പിന്നെ സാമവേദം, അഥർവവേദം. ഈ വേദങ്ങൾ എന്തൊക്കെയാണെന്നും അതിലെ മെയിൻ കണ്ടൻസ് എന്തൊക്കെയാണെന്നും കണ്ടു. 3ാമത്തെ ഭാഗത്തിൽ നമ്മൾ ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം എന്ന വേദാംഗങ്ങളും പുരാണങ്ങൾ, ന്യായശാസ്ത്രം, മീമാംസ, ധർമ്മശാസ്ത്രം എന്ന ഉപാംഗങ്ങളും ആയുർവേദം, ധനുർവേദം, ഗാന്ധർവവേദം, അർത്ഥശാസ്ത്രം എന്നീ ഉപവേദങ്ങളും കണ്ടു. ഇനി നമുക്ക് കാണാനുള്ളത് ഭാരതീയ ദർശനങ്ങളെക്കുറിച്ചാണ്. ഈ സനാതനധർമ്മത്തിലെ ശാസ്ത്രങ്ങളെ മുഴുവൻ 2 വിഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ശാസ്ത്രങ്ങളെ അനലൈസ് ചെയ്തിരിക്കുന്നത്
രണ്ട് വിഭാഗങ്ങളിലാണ്. അതായത് ആസ്തിക ദർശനമെന്നും നാസ്തിക ദർശനമെന്നും പറയും. ആസ്തിക ദർശനം എന്ന് പറയുന്നത് വേദങ്ങളെ പ്രമാണമായി സ്വീകരിച്ചുകൊണ്ടുള്ള ഇൻ്റർപ്രിട്ടേഷനാണ്. നാസ്തിക ദർശനത്തിൽ വേദങ്ങളെ പ്രമാണമായിട്ട് സ്വീകരിക്കുന്നില്ല. സ്വന്തമായിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള അനാലിസിസാണ് നാസ്തിക ദർശനം. അപ്പോൾ ഈ രണ്ട് വിഭാഗത്തിലും 6 ദർശനങ്ങൾ വീതമുണ്ട്. 6 ആസ്തിക ദർശനങ്ങളും 6 നാസ്തിക ദർശനങ്ങളുമുണ്ട്. പിന്നെ ഇത് കൂടാതെ ആസ്തിക ദർശനത്തിൽ തന്നെ വേദാന്തത്തിൽ അദ്വൈതം, ദ്വൈതം, വിശിഷ്ടാദ്വൈതം അങ്ങനെ തുടങ്ങി അതും 6 വിഭാഗങ്ങളുണ്ട്. അങ്ങനെ ആകെ 18 ദർശനങ്ങളുണ്ട്. ഇതും നമുക്കൊന്ന് ചെറുതായിട്ട് വളരെ ചുരുക്കത്തിൽ അടുത്ത സെക്ഷനിൽ കാണാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.